നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ സ്കൂൾ അടയ്ക്കുന്നതിന് 1.5 മാസം മുമ്പേ വിതരണം ചെയ്യുന്നത് ഒരു തെറ്റാണ്. അതൊരു തുഗ്ലക് പരിഷ്കാരമാണ് ആണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെ പാഠപുസ്തകം കൊടുക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. 8ാം ക്ലാസ്സിലെ കുട്ടി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചോ എന്നറിയാതെ എങ്ങനെയാണ് പുസ്തകം കൊടുക്കുന്നത്? വിദ്യാർത്ഥികൾ ജയിച്ചോ എന്ന് തീരുമാനിക്കുന്നത് മന്ത്രി ശിവൻകുട്ടിയാണോ? പരീക്ഷാ പേപ്പർ നോക്കേണ്ടേ? ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. 10 വർഷമായി കുട്ടികൾക്ക് പാഠപുസ്തകം കൃത്യമായി കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് UDF ഭരണകാലത്തെ കുത്തിയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. 3 മാസം മുമ്പേ പാഠപുസ്തകം നൽകുന്നത് എങ്ങനെയാണ് തുഗ്ലക് പരിഷ്കാരമാകുന്നതെന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ചോദ്യം. UDF ഭരണകാലത്ത് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടും സ്കൂളിൽ കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആകെ കിട്ടുന്ന 1-2 പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാ കുട്ടികളും കൂടി പഠിച്ച അക്കാലം എല്ലാവരും മറന്നിട്ടുണ്ടാവില്ല. മറന്ന ആളുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മട്ടിലായിപ്പോയി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സ്കൂൾ പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നതും തെറ്റാണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദ്, അടുത്ത വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തകം വിതരണത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചു. അപ്പോൾ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, പറയുന്നത് ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ്. 8ലെ കുട്ടി 9ലേക്ക് ജയിച്ചോ, 9ലെ കുട്ടി 10ലേക്ക് ജയിച്ചോ എന്നൊക്കെ അറിയാതെ എങ്ങനെയാണ് പാഠപുസ്തകം ഇപ്പോഴേ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് 100 ആശംസകൾ നേരെയാണ്. കാരണം 3 മാസം കൊടുത്ത കേരള ഗവൺമെന്റിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പിന്നെ എനിക്ക് പറഞ്ഞ UDFന്റെ ഭരണകാലം ഫോട്ടോ കോപ്പി എടുത്ത് കുട്ടിയെ കയറ്റി കൊടുത്തിട്ട് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ 10 കൊല്ലമായി അത് റെഡി കുട്ടിയെ കിട്ടിക്കൊണ്ടിരിക്കുക. അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അതിൽ ഉടക്കിട്ട് ആശയം ഉന്നയിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് തലക്ക് നല്ല നെല്ലിക്കന്റെ വെള്ളം പാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയി അന്വേഷിച്ചാൽ നമുക്ക് എല്ലാ ഇതും കിട്ടും. ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് തലക്ക് നല്ല നെല്ലിക്കന്റെ വെള്ളം പാരണം. തേരാപ്പാര മണ്ടേ ഇപ്പൊന്നും തിരിയുന്നില്ല, എങ്ങോട്ടാ മണ്ടെന്ന് തിരിയുന്നില്ല. UDFന് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്നുള്ള ഒരു സന്ദേശം വന്നു കഴിഞ്ഞ് കേരളത്തിൽ. ഇപ്പൊ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പാഠപുസ്തകം കഴിഞ്ഞ 10 വർഷവും കൃത്യമായി കുട്ടികൾക്ക് വിതരണം ചെയ്തിരുന്നു. ഈ വർഷം അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകം ഇപ്പോഴേ ഫെബ്രുവരി പകുതി ആകുന്നതിന് മുമ്പേ വിതരണം തുടങ്ങുന്നു. അതിനെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പരിഹസിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. വിനാശകാലേ വിപരീത ബുദ്ധി. അവരുടെ കാലത്തുണ്ടായത് അവർ തന്നെ ഓർമ്മപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെയും ഭീഷണിയും കാര്യങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് കേരള ജനത ഇഷ്ടപ്പെടുന്നില്ല. അതിന് യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോരായികൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഭരണം കേരള ജനത ആഗ്രഹിക്കുന്നില്ല. അതിന് യാതൊരു സാധ്യതയില്ല. അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത്. വിനാശകാലയെ വിപരീത ബുദ്ധി. അവര് തന്നെ അവർ തോണ്ടുവാണ്, അവരെ പോയി. ശരി, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പാഠപുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നതിനെ കുട്ടി ജയിച്ചോ തോറ്റോ? ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളാരും തോൽക്കില്ല എന്നത് അറിയാൻ കഴിഞ്ഞിട്ടാണോ, അതോ ഇനി UDF കാലത്ത് ഭരിച്ച കുഴപ്പങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കാനാണോ? എന്തായാലും രമേശ് ചെന്നിത്തല സാധാരണ അത്തരത്തിൽ പ്രതികരിക്കാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം അത്തരത്തിലായി പോയി. എന്തായാലും ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താണ് തെറ്റുള്ളത്? കാരണം ഒരു വാർഷിക പരീക്ഷ പോലും നടന്നിട്ടില്ല. കൊല്ല പരീക്ഷ നടക്കുന്നതിന് മുമ്പേ അടുത്ത ബുക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യം അവിടെ വരുന്നില്ല. അച്ചടിക്ക് വെക്കാം, അത് കുഴപ്പമില്ല. കാരണം അടുത്ത സ്കൂള് ഓപ്പൺ ആവുന്നതിന് മുമ്പ് കൊടുക്കാം. ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം കൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് ഇത് പെർസൺ സ്റ്റണ്ട് പോലെയുള്ള കുട്ടികളിൽ കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളതിന്. പിന്നെ മുൻ പ്രശ്നം പറഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമി ഒന്നും കേരളം ഭരിക്കാനെന്നുള്ള ഒരു ഇത് എന്തെങ്കിലും ഒരു UDF ആയിട്ട് ഇത് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 10-40 വർഷം CPM കൂടെ വന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിച്ചത് ആഭ്യന്തര വകുപ്പ്? അല്ലല്ലോ.
ഇതൊക്കെ വേണ്ടാത്ത ഓരോ അല്ല വിഷയങ്ങൾ അത് അവിടെ കൊണ്ടുവരിക. നിൽക്കട്ടെ. ആഭ്യന്തര ജമാഅത്ത് ഇസ്ലാമി വിഷയം അവിടെ കേട്ടെ. ഈ അല്ല, അടുത്ത വർഷത്തെ അല്ല, പാഠപുസ്തകം അല്ല, അല്ലല്ല സന്തോഷം ഒരു ചോദ്യം. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം ഇന്ന് തുടങ്ങിയാൽ വരുന്ന ഒരു മാസമോ അല്ലെ 1.5 മാസമൊക്കെ എടുക്കും ഈ പാഠപുസ്തകം കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ. അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റാവും? അടുത്ത വർഷത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത വർഷത്തെ ഇപ്പൊ 9ലേക്ക് പോകുന്ന കുട്ടികൾ എന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ എന്ന് വിചാരിക്കാം. ഈ 8ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകണ്ടേ, എന്നിട്ടുള്ള വിതരണം ചെയ്യേണ്ടത്? കുട്ടികളെ പണ്ടത്തെ കാലത്തെ പോലെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പേര് തോക്കുകയും അല്ലെങ്കിൽ 3/4% പേര് തോക്കുന്ന അവസ്ഥയൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് വേണമെങ്കിൽ തോൽപ്പിക്കാമെന്ന് പറഞ്ഞാലും ഒരു സ്കൂളിലും ഒരാളും തോൽക്കാറില്ല. അത് എത്രയോ കാലമായി അങ്ങനെയാണ്. കുട്ടി 8ലെ കുട്ടി 9ലാവും, ആ കുട്ടി 9ലെ കുട്ടി 10ലാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും കുട്ടി. അല്ലാതെ കുട്ടികൾ തോൽക്കുന്ന ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, തോറ്റോ ജയിച്ചോ ഒന്നും അറിയേണ്ട ഒരു വിഷയമേ ഇല്ല. പണ്ടത്തെ പോലെ കുട്ടികൾക്ക് താങ്കൾ പഠിച്ച കാലത്തെ പോലെ റിസൾട്ട് വരുന്ന ദിവസം കുട്ടികൾ ആദ്യോടുകൂടി പോയി നോക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഒരു ക്ലാസ്സിൽ കയറിയാൽ ആ ക്ലാസ് പൂർത്തിയാക്കിയാൽ ആ കുട്ടി അടുത്ത ക്ലാസ്സിൽ എത്തും. നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞാലല്ലേ ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? നേരത്തെ കൊടുത്തോണ്ടെങ്കിലും കുഴപ്പമുണ്ടോ? അതിനുമുമ്പ് കൊടുത്താൽ കുഴപ്പമെന്നല്ല സാർ, അതിന്റെ ആവശ്യമില്ല. അല്ലെ അതെ ഞാൻ ചോദിച്ചത്, ഒരു പുസ്തകം നേരത്തെ കൊടുത്തു. ഇതിപ്പോ നേരത്തെ ഇല്ല ആളുകൾ ചോദിക്കുന്നത് നെയ്യപ്പത്തിൽ നെയ്യ് കൂടി പോയി എന്ന് പറഞ്ഞ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണല്ലോ. നേരത്തെ കൊടുത്തതിന് ഒരു തർക്കവും? നേരത്തെ കൊടുത്തതിന് തർക്കമല്ല സാർ. ഒരു ജോലിക്ക് പോകുന്നതിനും മുമ്പ് സാധനങ്ങളെല്ലാം വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നേരത്തെ കിട്ടിയോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം അത് നേരത്തെ കിട്ടി. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ നല്ല സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ. ഇപ്പൊ ഇന്ന് തുടങ്ങിയത് വെച്ച് ഇന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുമല്ലോ. വരുന്ന ഒരു മാസം എടുക്കും അത് കുട്ടികൾക്കെല്ലാം കൊടുത്തൊക്കെ എല്ലാവരും പൂർത്തിയാവാൻ. ഇത് സ്കൂളുകളിൽ എത്ര സ്കൂളുകളിൽ നിന്ന് കൊടുത്തത് ആ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ പുസ്തകം എനിക്ക് കിട്ടുന്ന കുട്ടികൾക്ക് സന്തോഷമല്ലേ? എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, സാറിന്റെ അഭിപ്രായമല്ല. എന്റെ അഭിപ്രായം ചോദിക്കാനാണ് സാർ. ഞാൻ അല്ല അത് സമ്മതിച്ചു. അപ്പൊ എനിക്ക് സംശയങ്ങളോട് വരത്തില്ലേ സ്വാഭാവികമായും? അല്ല താങ്കൾ പറയുന്ന എല്ലാ അഭിപ്രായം കേട്ടുപിടിക്കാന്നുള്ള എന്റെ സംശയമാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ സംശയം അതാണെങ്കിൽ എന്റെ അഭിപ്രായം ഇതാണ്. അതായത് അടുത്ത വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ തുറക്കുന്നതിന് മുമ്പേ ആണ് ഇത് കൊടുക്കേണ്ടത്. കുട്ടികൾ ജയിച്ചാൽ മാത്രമേ അത് വാങ്ങിയിട്ട് ഉപകാരമുള്ളൂ, കാര്യമുള്ളൂ. സന്തോഷം, ഈ കുട്ടി ജയിക്കുന്നതും തോക്കുന്നതും കാലമൊക്കെ എന്ന് കഴിഞ്ഞു പോയി. താങ്കൾ ഏത് കാലത്താണ് നിൽക്കുന്നത്? അങ്ങനെയാണ് ഇതൊന്നും വേണ്ട സാർ. പിന്നെ 1 മുതൽ 10 തോക്കാറില്ല ഇപ്പോൾ. അതെ, അങ്ങനെയാണ് സാർ. തോക്കുന്നില്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ അങ്ങ് ആക്കി കൊടുത്തൂടെ? അങ്ങനെയാണ് ചെയ്തത്. അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം ഇപ്പോഴേ കൊടുത്തു. അടുത്ത എല്ലാ കുട്ടികൾക്കും ആയിക്കോട്ടെ. 1 മുതൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആക്കി കൊടുത്തോട്ടെ. പക്ഷേ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാം കൊടുക്കാനുള്ളതിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇതൊക്കെ ഇതും സ്റ്റണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വിദ്യാഭ്യാസത്തിലെ ഭയങ്കര അഭിവൃദ്ധിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പൊ വലിയ മഹാസംഗമം നടന്നിട്ടുള്ള അതിന്റെ ഒന്നും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ലല്ലോ. അതൊന്നും നിങ്ങൾ സർക്കാരിനെതിരെയുള്ളതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങളിപ്പം കുറെ കേട്ടാൽ ആർക്കും ചിരി വരില്ലേ? സ്വാഭാവികമായിട്ട് എനിക്കത് കേട്ടിട്ട് ചിരിയാവുന്നത്. ഞാൻ പറഞ്ഞില്ല, രമേശ് ചെന്നിത്തല പോലെ നേതാവ് സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ഒരു നേതാവല്ല. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴൊക്കെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇത് കേട്ടത് എനിക്ക് ചിരിയാവുന്നത്. ന്യൂസ് 18 ഒരു അജണ്ടയുണ്ട്. ന്യൂസ് 18 സർക്കാരിനെതിരെ വരുന്ന ഒരു കാര്യങ്ങളും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കുഞ്ഞികൃഷ്ണന്റെ വിഷയം വന്നു, ഈ ന്യൂസ് 18 ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ഒരു കാര്യങ്ങളും ഇപ്പോൾ ന്യൂസ് 18 ചർച്ച ചെയ്യുന്നില്ല. ഒരു കാര്യം ചെയ്യും സന്തോഷ് കഴിഞ്ഞ സന്തോഷ് ആരോപണം ഉന്നയിച്ചല്ലോ. അല്ല സന്തോഷ് കേൾക്കൂ. ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനൊന്നും അങ്ങോട്ട് തിരിച്ചു പറയാം. തട്ടിപ്പാക്കിയതില് ഈ ചർച്ച ശരി സന്തോഷ്, താങ്കൾ പറഞ്ഞത് കേട്ടല്ലോ. താങ്കൾ പറഞ്ഞത് കേട്ടു. താങ്കൾ പറഞ്ഞത് കേട്ടല്ലോ എന്നല്ല, സർക്കാരിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി മാത്രമേ ഇപ്പൊ നിങ്ങളെ ന്യൂസ് 18 ചെയ്യുന്നുള്ളൂ. സർക്കാരിനെതിരെ ഞാൻ പറയുന്നത് അങ്ങോട്ടുള്ള കേൾക്കൂ. സന്തോഷ് പറഞ്ഞല്ലോ ന്യൂസ് 18 സർക്കാരിനെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന്. സന്തോഷിന് ഞാൻ ഓപ്പണായിട്ട് ഒരു വെല്ലുവിളി തിരിച്ചു വെക്കുകയാണ് അങ്ങോട്ട്. കഴിഞ്ഞ ഒരു മാസം നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ന്യൂസ് 18 ചർച്ച ചെയ്ത വിഷയങ്ങൾ എടുക്കൂ. ന്യൂസ് 18 ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങൾ എടുക്കും. താങ്കൾക്ക് ആ യൂട്യൂബിൽ എൻ്റെ ലിങ്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് കിടപ്പുണ്ട് ലിങ്ക്. വേണ്ട ഒരാഴ്ച എടുക്കൂ. ഈ ഒരാഴ്ചക്കിടയ്ക്ക് സർക്കാരിനെതിരെ വന്ന എത്ര വാർത്തകൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളത് താങ്കൾക്ക് പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തെളിവ് സഹിതം തന്നാൽ ഞാനിവിടെ പറയാം, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറയാം. തുറന്നു പറയുകയാണ്.
താങ്കൾ ഇതിനു ഇപ്പൊ മുമ്പേ- പരിശോധിച്ചോളൂ. ഞാൻ അല്ല, താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞ സാർ- വെല്ലുവിളി ഏറ്റെടുത്തോണ്ട് ഞാൻ അംഗീകരിക്കല്ലേ. സാർ ഞാൻ താങ്കളെ പറഞ്ഞത് വേണേ അങ്ങോട്ട് ഇതിന് വിളിക്കാം. താങ്കൾക്ക് വേണേ സമയം ഇതിന് തന്ന് താങ്കളെ വേണേ അങ്ങോട്ട് വിളിക്കാം. കഴിഞ്ഞ ഒരു മാസം എടുക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഒരാഴ്ച എടുത്തോളൂ. ഒരാഴ്ച എടുത്ത് ഇതിനു ന്യൂസ് മുമ്പേ എയ്റ്റീൻ്റെ അങ്ങ- പല പല അല്ല, ചർച്ചകൾ ഒരു ഇതിനു ദിവസം മുമ്പേ അങ്ങനെ നടക്കാറുണ്ട്. ഈ ആയിരുന്നില്ല. ചർച്ചകളിലൊക്കെ രാവിലെ നടന്ന ഒരു തലക്കെട്ടുകളും ഈ വിഷയം ചർച്ചകളുടെ വൈകുന്നേരം വിവരങ്ങളും ചർച്ച എല്ലാം നമ്മുടെ ചെയ്യുന്ന ഒരു യൂട്യൂബിൽ വിഷയം വിശദമായി തന്നെ ഉണ്ട്. ഇപ്പോൾ താങ്കൾ പരിശോധിക്കൂ. രാവിലെ നടന്ന വിഷയം ഉച്ചയ്ക്ക് എടുക്കുന്ന ഒരു സംഭവമായിരുന്നു ന്യൂസ് എയ്റ്റീൻ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നത്. ഈ ശബരിമല ഇഷ്യൂ ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷ്, ഇത് ഇന്ന് രാവിലെ നടന്ന വിഷയം തന്നെയാണ്. സന്തോഷ് പറഞ്ഞ വെല്ലുവിളി താങ്കൾ ഏറ്റെടുത്തിട്ട് താങ്കൾ അതിന്റെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് അയക്കൂ. അതിനുശേഷം ശരി, സർക്കാരിൽ ഓക്കെ. നിന്ന് ശ്രീ എന്തോ പ്രദീപാണ്, ഇടുക്കിയിൽ കൊണ്ടായിരിക്കണം. നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പുസ്തകം നേരത്തെ കൊടുത്തത് എന്തോ ഒരു വലിയ തുക്ലക് പരിഷ്കാരമാണ് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? സാധാരണ നേരത്തെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂൾ തുറന്നൊരു 1-1.5 മാസം കഴിഞ്ഞ് ഈ പുസ്തകം കിട്ടണേ. കാരണം കഴിഞ്ഞാൽ പിള്ളേർ തൂക്കും. കാരണം 4ാം ക്ലാസ് വരെ പിള്ളേർ തൂക്കില്ല. അത് കഴിഞ്ഞ് പിള്ളേർ തൂക്കും. ഒരു അക്ഷരത്തെറ്റ് വന്നാൽ അവർ തോപ്പിക്കുകയും ചെയ്യും. എല്ലാം നോക്കി കൊടുക്കും. 5ാം ക്ലാസ് വരെ LP ജയിച്ചു പോകും. മറ്റേത് നോക്കിയാലേ അവർ വിടുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ജയിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ പോയി ഇരിക്കാനാ? അതാണ് ഈ ജൂൺ കഴിഞ്ഞ് ജൂലൈ പകുതി ഞാനൊക്കെ പഴയ പാഠപുസ്തകം മേടിച്ചാൽ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ പാഠപുസ്തകം മുഴുവൻ അടിച്ചു വിട്ടൊരു കല ഖജനാവി കാശിന്റെ കുഴപ്പമില്ലാട്ടോ. ഈ പിള്ളേരെ മുഴുവൻ ജയിപ്പിച്ചു വിടില്ല. അതുകൊണ്ട് എന്ത് ഗുണം? ആ സഹിച്ചെറിയ എന്നാണ് പറഞ്ഞിട്ടില്ലേ, പിള്ളേർക്ക് എഴുതുമ്പോൾ അതിനൊന്നും അറിയാൻ പറ്റില്ല. ശ്രീ പ്രദീപ്, നമ്മുടെ വിഷയമല്ല ഒന്ന് കുട്ടികളെ ജയിപ്പിച്ചു വിടുന്നത് എന്തുകൊണ്ടാണ്? അത് ശാസ്ത്രീയമായി ലോകത്ത് അല്ല, പുസ്തകം അടിച്ചു വിടും. ഞാൻ പറയാം, പുസ്തകത്തിന് എണ്ണം വേണ്ടേ? വിതരണത്തെ കുറിച്ച് താങ്കൾ പറയും. പുസ്തക വിതരണത്തിന് എണ്ണം വേണ്ടേ? അത് ചുമ്മാ പിള്ളേരുടെ എണ്ണം അടിച്ചാൽ പുസ്തകം അടിച്ചു വിട്ടാൽ ശരിയാണ്. എങ്ങനെയാണ് പ്രദീപ്, നമ്മുടെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ ആ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ പണ്ടത്തെ പോലെ 10 കുട്ടികൾ ചേർന്നാൽ 7 കുട്ടികളോ 6 കുട്ടികളോ 10ാം ക്ലാസ്സിൽ എത്തുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ 10 കുട്ടി ചേർന്നാൽ 10 കുട്ടിയും 10ാം ക്ലാസ്സിൽ എത്തും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ പല ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു മാറ്റിയെന്ന് എഴുതിപ്പിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഇതോ ചുമ്മാ ഗോവ കളിച്ചോണ്ട് അവനെ അവൻ തന്നെ പയ്യൻ എന്നോട് പറയാം, ഞാൻ എങ്ങനെ എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഒരു പയ്യൻ എന്നോട് പറയാം, ഞാൻ കഴിഞ്ഞ വർഷം ചടയമംഗലത്ത് നിന്ന് ശ്രീ ബിനുകുമാർ, ഈ നേരത്തെ പുസ്തകം കൊടുക്കുന്നതും ഒരു തെറ്റായിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? സാറേ, എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. അത് കേൾക്കുമ്പോഴേ പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ തിന്നാനും സമ്മതിക്കത്തില്ല. ഈ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് കോൺഗ്രസിന്റെ ശരിയായിട്ടുള്ള പ്രശ്നം ഇതാണ്. അവര് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയത്തില്ല. ഇവിടെ നമ്മള് ശശി തരൂരും ചെന്നിത്തലയും സതീശനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. അതേസമയം ശശി തരൂർ അന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ യോഗ്യത അനുസരിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നത് നല്ലൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു നോക്കുക, നമുക്ക് അടുത്ത വർഷം എന്ന് പറയുന്നത് അക്കാഡമിക്കൽ ഇയർ എന്ന് പറയുന്നത് ജൂൺ ടു മാർച്ചാണ്. അപ്പോൾ മാർച്ച് ആയി കഴിഞ്ഞു, ഫെബ്രുവരിക്ക് തീർന്നല്ലോ, മാർച്ച് ആയി കഴിഞ്ഞു. കുട്ടികൾക്ക് 1 മാസത്തിന് മുമ്പ് മാത്രമേ ഈ പുസ്തകം കൈ കിട്ടുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരുപാട് നേരത്തെ ഒന്നും കിട്ടുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കുട്ടികൾക്ക് ഇത് പുറം പേജ് ഇടാൻ പറ്റും, ബൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ, ഈ മലയാള പുസ്തകങ്ങളൊക്കെ അവർക്ക് തുറന്നു നോക്കാൻ പറ്റും. അതിനകത്തുള്ള കവിതകളും കഥകളും ഒക്കെ ഒന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഏപ്രിൽ മെയ് വെക്കേഷനിൽ അടുത്തുള്ള ഇവരുടെ കുഞ്ഞു ചേച്ചിമാരൊക്കെ ട്യൂഷൻ കൊടുക്കും. ആ ട്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഏകദേശം 4-5 പാഠങ്ങൾ ഇവർക്ക് ഗൃഹസ്ഥമാക്കാൻ പറ്റും. എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് ഇത്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ജോലി നേരത്തെ ചെയ്തത് ഭാഗ്യമാണ്. നേരത്തെ ചെയ്യാൻ വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അറിയാക്കൂല. അതിനു മുമ്പ് അറ്റൻഡ് ചോദിച്ച് എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം ഇതാണ്. ചെന്നിത്തല ഇപ്പം വിട്ടുതരം പറഞ്ഞ ചെന്നിത്തല ആയാലും ആരായാലും നമ്മൾ അത് വിട്ടുതരുമെന്നേ പറയാൻ പറ്റൂ. രാഷ്ട്രീയപരമായ ഒരു വിട്ടുതരം തന്നെയാണ് ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന് കുറെ പ്രവർത്തകർ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ കുട്ടികൾക്ക് നേരത്തെ പുസ്തകം കൊടുത്താൽ അത് ഒരു അബദ്ധമാണോ? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. ഇതുപോലെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, താമസം പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ കുറഞ്ഞ് 2 ആഴ്ച 1 മാസം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ അച്ചടിക്കുന്ന ഇങ്ങനെയൊക്കെ ഈ കമ്പനികളൊക്കെ ചെയ്യുന്ന വേലകളാണ്. ചിലപ്പോൾ നേരത്തെ കിട്ടും, ചിലപ്പോൾ താമസിക്കുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ വിഷയം. ഇപ്പം നമുക്ക് ഇതൊക്കെ ഇന്ന് ഇപ്പം ഇതൊന്നും ഈ ന്യൂസ് എയ്റ്റീൻ ചാനലൊന്നും ഇതൊന്നും ഇപ്പോഴൊന്നും ചർച്ചയ്ക്ക് എടുക്കരുത്. ഇത് എന്തോ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ കിടക്കുക. ഈ ഇപ്പം തന്നെ വേണം അമ്പലക്കൊള്ള കഴിഞ്ഞ് ഇപ്പം പിന്നെ ദേവസ്വം ബോർഡിനെ വിഴുകിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ ഇതൊക്കെ എടുക്കുമെന്ന് അങ്ങോട്ട്. പക്ഷെ നിങ്ങളത് എടുക്കണേ, നിങ്ങൾക്ക് പേടി അതൊക്കെ എടുക്കാൻ. ശ്രീ അനിയൻകുട്ടൻ, നമ്മൾ അനിയൻകുട്ടൻ തന്നെ ശബരിമല വിഷയത്തിൽ എത്ര ദിവസം നമ്മുടെ പൊതുവേദിയിൽ പ്രതികരിച്ചിട്ടുണ്ട്? ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് കിട്ടായിരുന്നുണ്ട്. അല്ല, വിഷയം എടുത്തിട്ടുണ്ടല്ലോ.
നമ്മൾ സ്ഥിരമായി ശബരിമല വിഷയം കഴിഞ്ഞ കുറേ 2-3 മാസമായി നിരന്തരം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് തന്നെ അതിൽ ചർച്ച ചെയ്യാനുള്ള താല്പര്യമൊക്കെ സ്വാഭാവികമായും കുറഞ്ഞു. ആ കുറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയം മാറ്റിവെച്ച് പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ എടുക്കുന്നു. അല്ലാതെ നമുക്ക് ശബരിമല വിഷയം എല്ലാ ദിവസവും ചർച്ച ചെയ്യാനെങ്കിൽ എല്ലാ ദിവസവും ശബരിമലയുടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്, അത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുമോ? അതില്ലല്ലോ. ഇപ്പൊ ഇവിടെ 2 ചാനലുകൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെതിരെ ആക്രമിക്കാൻ. ഒന്ന് ഈ ന്യൂസ് 18 പിന്നെ നമ്മുടെ അരുൺകുമാർ അരുൺകുമാർ പിന്നെ ഈ ചാനലും കൂടെ. അത് മറ്റേ ചാനലൊക്കെ കാണി ഞങ്ങൾ പറയുന്ന ഈ ചാനലൊക്കെ എടുത്ത് ജനങ്ങളറിയാം. ഇത് ഭക്തരുടെ കാര്യമല്ല, ജനങ്ങളുടെ പണമല്ല. ഇപ്പൊ 10 കോടി മുന്നേ പോയെന്ന് ഇപ്പൊ കണക്ക് വരുന്നത് ആരേൽക്കാനായത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് വിശദമായി തന്നെ എല്ലാ സമയത്തും ഇന്നടക്കമുള്ള വാർത്ത വിശദമായിട്ടാണ്. ശ്രീ ഷാജി, താങ്കൾ എന്താണ് കാണുന്നത്? യഥാർത്ഥത്തിൽ UDFന്റെ കാലത്ത് ലീഗിന്റെ മന്ത്രിമാർ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന കാലത്ത് ഓണം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായതും ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതും ഒക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മട്ടിലായി പോയില്ലേ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് കേട്ടിട്ട് ഞാൻ എന്തോ ഇതിന്റെ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസ മന്ത്രിയാവാനുള്ള ഒരു അധികാരവും അദ്ദേഹത്തിന് ഇല്ല. കാരണം എന്താണെന്നറിയാമല്ലോ, നിയമസഭയിൽ അന്ന് പിന്നെങ്കിൽ ബജറ്റ് അവതരിച്ച സമയത്ത് അദ്ദേഹം കാണിച്ച കോപ്രായങ്ങൾ കണ്ടായിരുന്നല്ലോ എല്ലാവരും. അദ്ദേഹത്തെ ആരാ മന്ത്രിയാക്കിയത്? ജനങ്ങളൊന്നും മന്ത്രിയാക്കിയല്ല, പിണറായിയാണ് മന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന് എന്തിനാ അതിനകത്ത് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അദ്ദേഹം എന്തൊക്കെ പോക്കൃത്തരങ്ങൾ അയാൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ എത്ര സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്? അദ്ദേഹം തിരക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്കൂളിൽ അദ്ദേഹം പോയി ഒന്ന് അന്വേഷിക്കാറുണ്ടോ? ശ്രീ ഷാജി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഈ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആകുന്ന ഘട്ടത്തിൽ വി ശിവൻകുട്ടിയാണോ വിദ്യാഭ്യാസ മന്ത്രി ആക്കേണ്ടതെന്ന മട്ടിൽ താങ്കൾ പറഞ്ഞ രീതിയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരള വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ശിവൻകുട്ടി മന്ത്രി ആയതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമുണ്ടായ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരു 1-2 കാര്യങ്ങളിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കും? ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ? താങ്കളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കുട്ടികളോട് താങ്കൾ ചോദിക്കുക, സ്കൂളിൽ ഉച്ചക്കഞ്ഞിയാണോ ചോറും കറിയാണോ കിട്ടുന്നതെന്ന് താങ്കൾ അന്വേഷിക്കുക. ഒന്നും അറിയാതെ അന്വേഷിക്കാതെ താങ്കളുടെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്? അംഗൻവാടി തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന. അവര് സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളുകളിലാണോ പഠിക്കുന്നത്? അതെ, അതന്നെ അത് തന്നെ. ആണല്ലോ. ആ കുട്ടികളുടെ സ്കൂളിലെ ഉച്ചയ്ക്ക് എന്താണ് കൊടുക്കുന്നത്? അവര് വീട്ടുകളിൽ നിന്ന് ഭക്ഷണമാണ് കൊണ്ടുവന്ന് കഴിക്കുന്നത്. അല്ല, ആ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താണ്? ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ എയ്ഡഡ് സ്കൂളിലായാലും ഗവൺമെന്റ് സ്കൂളിലായാലും അവിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമല്ലോ. അതിനെക്കുറിച്ച് അവർക്ക് അറിയാമായിരിക്കുമല്ലോ. അവര് പറയുന്നത് ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല. ഒരു ഭക്ഷണം അത് ഏത് സ്കൂളാണ്? അത് മാത്രമല്ല, കോന്നിയില് പിന്നെ വേറൊരു കാര്യം കൂടി. അല്ലല്ല, കോന്നിയിൽ ഏത് സ്കൂളാണ് ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാത്ത? എയ്ഡഡ് സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ? എന്റെ നമ്പർ അറിയാമല്ലോ, അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഷാജി, അത് ഏത് സ്കൂളാണെന്ന് പറയൂ. എയ്ഡഡ് സ്കൂളാണോ അൺഎയ്ഡഡ് സ്കൂൾ പിന്നെ ഗവൺമെന്റ് സ്കൂളാണോ? ഗവൺമെന്റ് സ്കൂൾ. ഗവൺമെന്റ് കോന്നി ഏത് ഗവൺമെന്റ് സ്കൂളാണ്? എന്റെ ഈ നമ്പർ അറിയാമല്ലോ. ശ്രീ ഷാജി, അത് പറയൂ. നമുക്ക് അങ്ങനെ ഒരു വലിയ അനീതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? നമുക്ക് വാർത്തയാക്കാം. വാർത്തയാക്കുന്നതിന്റെ അല്ല വിഷയം. അല്ല ശ്രീ ഷാജി, വാർത്തയാക്കണം. സർക്കാർ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള നിർബന്ധമായും കുട്ടികൾ കൊടുക്കണമെന്നൊരു ഉത്തരവുണ്ടായിരിക്കുകയും അത് കേരളത്തിൽ മുഴുവൻ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ കോന്നിയിലെ താങ്കളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അത് ആ അധ്യാപകർ ചെയ്യുന്നില്ലെങ്കിൽ, അവിടുത്തെ PTA ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. അല്ല, ആ സ്കൂളിന്റെ പേരെന്താണ്? നമുക്ക് വാർത്തയാക്കാം. അതുകൊണ്ട് പറഞ്ഞു, എന്റെ നമ്പർ അറിയാമല്ലോ. അല്ല, നമ്പർ അറിയുന്നതല്ല. നമ്പർ എങ്ങനെ? താങ്കൾ പറഞ്ഞോളൂ ഏത് സ്കൂളാണ്. ആ സ്കൂളിലോട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരാം. താങ്കൾ പറഞ്ഞുതരൂ. സ്കൂളിന്റെ പേര് പറയൂ. ആ സ്കൂളിന്റെ പേര് ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എന്താ പറയുക, ഒരുപാട് പ്രേക്ഷകർ ഇത് പ്രേക്ഷകർ അറിയണ്ടേ? സർക്കാർ സ്കൂളിൽ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ കോന്നിയിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് അറിയണ്ടേ? അത് തിരുത്തണ്ടേ? എന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയല്ലോ. എന്നെ വിളിച്ചു. അതൊക്കെ പറഞ്ഞോളൂ. നമുക്ക് വാർത്ത കൊടുക്കാം. നമുക്ക് വാർത്ത കൊടുക്കാം, തിരുത്താം, അവർക്കെതിരെ നടപടിയെടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയണ്ടേ? അങ്ങനെ വരുമ്പോ എനിക്കിട്ട് പണി തരും. അതെങ്ങനെയാണ്? ഷാജിക്കെതിരെ ഒരു പണിയും വരത്തില്ല. അങ്ങനെ ഷാജി പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു പണിയും വരത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാ, അതുകൊണ്ടാണ് ഞാൻ. ഷാജി, ഞങ്ങൾ ഉറപ്പ് തരാം.
താങ്കൾ പറയുന്നത് എന്റെ നമ്പർ- സത്യമാണെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അറിയാമല്ലോ. പറയുന്നു, താങ്കൾ എന്റെ ഈ നമ്പർ പറയുന്നത് അറിയാമല്ലോ. സത്യമാണെങ്കിൽ താങ്കൾക്ക് ഒരു പണിയും കിട്ടില്ല. താങ്കൾ ധൈര്യസമേതം അങ്ങനെ എന്റെ കുട്ടികൾക്ക് നമ്പർ- ഭക്ഷണം കൊടുക്കാത്ത ആ ഗവൺമെന്റ് സ്കൂളിന്റെ പേരെന്ന് പറയും. എന്റെ നമ്പർ അറിയാമല്ലോ. ഇപ്പൊ ഈ നമ്പർ തന്നെ എന്നെ വിളിക്കൂ, അപ്പൊ ഞാൻ പറയാം, മറുപടി തരാം. ഷാജി എന്തിനാണ് അങ്ങനെ ഈ നമ്പർ ആ, അറിയാമല്ലോ ഞാൻ- എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് ഷാജിക്ക് ഒത്തിരി പേര് പറയാമല്ലോ. ഞങ്ങൾ ആ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് ഒത്തിരി പറയുന്നു. ഞങ്ങൾക്ക് കേരളത്തിന്റെ ഇതിനകത്ത് പൊതു നിയമം അംഗീകരിക്കാത്ത ആ കോന്നിയിലെ സ്കൂൾ ഏതാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലേ? ആന്നു, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു എന്റെ ഈ നമ്പർ എന്നെ വിളിച്ചോ, കുഴപ്പമില്ല സാറേ. അപ്പൊ ഞാൻ അപ്പോൾ correct ഷാജിക്ക് details ഒന്നുകിൽ അറിയാം മൊത്തം ഷാജി പറയുന്നത് കള്ളമാണെന്ന്, അല്ലെങ്കിൽ ഷാജി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. കറക്റ്റ് കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ സ്കൂളിൽ ഷാജി ഇത് തന്നെ പറയൂ. ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ഷാജി പറഞ്ഞത്. ഞാനത് അംഗീകരിക്കുന്നു. വളരെ ഗൗരവമായ വിഷയമാണ്. ഒരു സ്കൂളിൽ മാത്രം കോന്നിയിലെ ഒരു സ്കൂളിൽ മാത്രം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അത് ആ സ്കൂളിന്റെ പേര് പറയും, നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടുത്തെ അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ പ്രധാന അധ്യാപികക്കെതിരെ അവിടുത്തെ PTA-ക്കെതിരെ ഒക്കെ നിയമ നടപടികളടക്കം വരാൻ സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അറിയിക്കാം. അല്ല, ഇപ്പൊ തന്നെ അറിയിച്ചോളൂ. ഇപ്പൊ അറിയിച്ചു കഴിഞ്ഞാൽ അത് എനിക്കിട്ട് പണി കിട്ടുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മള് എന്നാലും ഷാജി, എനിക്ക് ഒരു കാര്യം മാത്രമേ ഷാജിയോട് പറയാനുള്ളൂ. നമ്മള് സർക്കാരിനെ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നു. പക്ഷേ സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഒരു പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിക്കരുത്. സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറയുന്നെങ്കിൽ താങ്കൾക്ക് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. താങ്കൾ സ്കൂളിന്റെ പേര് പോലും പറയുന്നില്ല. താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ ഉച്ചഭക്ഷണം ഉണ്ട്. ആ പേര് കൂടി ഞാൻ പറയാം. പിന്നെ അത് കൂടാതെ കൊണ്ട് ഒരു സ്കൂളില് +1 ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല. അത് ഇതുമായിട്ട് എന്താണ് ശ്രീ ഷാജി ബന്ധം? അതല്ലല്ലോ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഓരോ സ്കൂളൊന്ന് തിരക്കിക്കൂടെ? ശരി ഷാജി, എന്തായാലും താങ്കൾ ഇത്ര ഭീരുവായി നിൽക്കരുത്. ഒരു ഇത്രയൊക്കെ ആംബിയർ കാണിക്കണം. ഓക്കെ ശരി, ഓക്കെ, എന്തായാലും സന്തോഷം. ഈ ഒരു പൊതുവേദിയിൽ വന്ന ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഉച്ചഭക്ഷണം കൊടുക്കാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഷാജിക്ക് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ വാർത്ത തന്നെയാണ്. ആ സ്കൂളിൽ മാത്രമായി അത് കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് എന്തായാലും ബോധ്യപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകണം. ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജ്, ഈ പാഠപുസ്തകം നേരത്തെ നൽകിയതിനെ കുറിച്ചുള്ള വിമർശനത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമസ്കാരം കരൺ സാറേ. നമസ്കാരം സാറേ. ഈ ഇവരെ പറ്റി നമ്മൾ എന്താണ് സാറേ പറയുക? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ജീവിതം വെച്ചാൽ ഒരു പന്താടുന്നത്. ഇപ്പൊ മുമ്പേ വിളിച്ച പ്രേക്ഷകൻ എന്ത് പച്ചപ്പൊള്ളല്ലേ അദ്ദേഹം പറയുന്നത്? കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിലാണ് സാറേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത് വലിയ ടെലികാസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യില്ലേ? അതൊക്കെ പുള്ളിയോട് മിനിമം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 തവണയെങ്കിലും ചോദിച്ചു കാണും. എനിക്ക് അത് കേട്ടപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത്. തട്ടിവിടുക. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന്റെ കുട്ടികൾ ആ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആ സ്കൂളിന്റെ പേര് പോലും ആ രക്ഷകർത്താനും അറിയില്ലെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ ബോധം എന്നാണ് ആലോചിച്ചേക്കെ സാറേ. കാരണം ഇത് പറയാൻ തന്നെ നമുക്ക് നാണക്കേടുണ്ട്. കാരണം ഇതാണ് UDF-ന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല സാറേ പറയാം, നല്ല UDF-കാരും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ പച്ച പൊള്ളുപോയി ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമല്ലേ സാറേ? ഒരു കുട്ടിയല്ലോ, എത്രയോ കുട്ടികളാണ്. നമ്മുടെ കഴിഞ്ഞ മറ്റേ സർക്കാരിനെ കുറ്റം പറയുന്നല്ല, അവരുടെ അങ്ങനത്തെ സാഹചര്യം അങ്ങനെയാവുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര സ്കൂളാണ് സാറേ ഇവിടെ അടച്ചു പോയിരുന്നത് അല്ലേ? അതിന് പൂട്ടാൻ പോയിരുന്നത്. നമ്മുടെ അബ്ദുർബ് ഞങ്ങളുടെ മലപ്പുറം മണ്ഡലത്തിലുള്ള ആള് തന്നെയാണ്. അതൊക്കെ തന്നെ ഓണത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് കുട്ടികൾ എങ്ങനെ കൊടുത്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതൊക്കെ മാറിയില്ല സാർ. ആ പൂട്ടാൻ പോയ സ്കൂളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് കിഫ്ബി പദ്ധതി കൂടെ എത്രയോ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഓരോ മണ്ഡലങ്ങളിലും. ശ്രീ ബിനു ആണ്, ഗുജറാത്തിൽ നിന്നാണ്. ശ്രീ ബിനു, പാഠപുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നത് എന്തോ തുഗ്ലക് പരിഷ്കാരമാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. താങ്കൾക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നേരത്തെ നിങ്ങൾ ഷാജി ഈ പത്തനംതിട്ട അയാൾക്ക് ഇത്ര സമയം കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത്ര സമയം ചോദിക്കേണ്ട, അയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ശ്രീ ബിനു അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരാൾ ഇങ്ങനെ വന്ന് ഒരു കള്ളം പറയുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചല്ലോ, പുള്ളി സ്കൂളിന്റെ പേര് പറയട്ടെ എന്ന് കരുതി തന്നെ കൊടുത്താണ് സാറേ. അതല്ല, അത് എനിക്ക് ഇടതുപക്ഷ സർക്കാരിനോട് ഭയങ്കര എതിരഭിപ്രായമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും ഉച്ചകഞ്ഞി ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ സ്കൂളിലും. സർക്കാരിനോട് നമുക്ക് എതിർ അഭിപ്രായം ഉണ്ടാകാം, പക്ഷെ ചെയ്യുന്ന കാര്യം ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. രാഷ്ട്രീയമായുള്ള വിദ്വേഷങ്ങൾ പാടില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഇടത് സർക്കാരിനെ വിമർശിക്കാൻ
ഒട്ടേറെ കാരണങ്ങളുണ്ട്. അത് വിമർശിക്കുക, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അങ്ങനെയൊക്കെ വിമർശനം ഉണ്ടാവണം. പക്ഷേ ഈ താങ്കൾ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് വന്ന് പറഞ്ഞാൽ അതും ഒരു എത്രയോ മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ വന്ന് അങ്ങനെ പറയാനുള്ള ഒരാൾക്കുടെ ഒരു തൊലിക്കട്ടി കാണിക്കുമ്പോൾ ബാക്കി കൂടി പറയണ്ടേ? അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം സമയം കൊടുത്തത്. ഞാൻ സമയം നോക്കി സാറ് ഏകം ഒരു 6-7 മിനിറ്റ് ഒരു സമയം കൊടുത്തു. അയാൾ എന്നാൽ പറയണ്ടേ? ഇല്ല പിന്നെ അങ്ങനെ ഇങ്ങനത്തെ പ്രോഗ്രാം വിളിക്കാൻ പാടില്ല. എന്റെ അഭിപ്രായം അതാണ്. ഞാനൊരു വടകര സ്വദേശിയാണ്. ഗുജറാത്ത് കച്ചിലാണ് ജോലി ചെയ്യുന്നത്. അദാനി പോർട്ടിലെ സ്റ്റാഫാണ്. ഗൗതം അദാനിന്റെ പോർട്ടിലെ കച്ചിലെ പോർട്ടിലെ സ്റ്റാഫാണ്. അത് നമ്മുടെ വിഴിഞ്ഞത്തെ പോർട്ടിൽ, അതാണ് അതിന്റെ മെയിൻ പോർട്ട്, ഹെഡ് പോർട്ട് ഇവിടെയാണ്, കച്ചിലാണ്. കച്ചിലെ സ്റ്റാഫാണ്. 20 വർഷമായിട്ട് ഞാൻ സ്റ്റാഫാണ് അവിടുത്തെ. 20 വർഷമായി ഗുജറാത്തിലാണല്ലേ? കച്ചില് നമ്മളെ ഭൂമി വിനിയോഗ സ്ഥലം കച്ച് ഇവിടെയാണ്. ഈ അദാനി പോർട്ടിന്റെ ഫസ്റ്റ് പോർട്ട് ഇവിടെയാണ്, ഹെഡ് പോർട്ട് ഇവിടെയാണ്, പോർട്ട് ഇവിടെയാണ്. വന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഇത് ഭയങ്കര പോർട്ടാണ്. ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ 2-3 കപ്പൽ വരുന്ന സ്ഥലത്ത് ഇപ്പം 22 കപ്പൽ ഒരുമിച്ച് എടുക്കാനുള്ള ബർത്തായ ഒരു കപ്പൽ. ഇത്രയും ഭയങ്കര ഡെവലപ്പാണ്. ദിവസം തോറും ഭയങ്കരമായ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, ഈ പുസ്തകം നേരത്തെ കൊടുക്കുന്നത് എന്നെ പരിഹസിച്ചുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായും പുസ്തകം ഓണപ്പരീക്ഷ കഴിഞ്ഞും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്ന UDFന്റെ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് പോലും തോന്നില്ലേ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ. അതിനു മുമ്പ് ആദ്യം കോന്നി എന്ന് ഒരാൾ വിളിച്ചിരുന്നല്ലോ, കോന്നി. ആ പുള്ളിക്കാരന് പറഞ്ഞത് ശരിയാ കേട്ടോ. എന്താണെന്നറിയാവോ, ഇപ്പം കഞ്ഞിയല്ല കൊടുക്കുന്നത്, അതുപോലും അറിയത്തില്ല പുള്ളിക്ക്. ഇപ്പൊ ചോറാ സ്കൂളുകളിലൊക്കെ. മെനു ഉണ്ട്, മെനു ഓരോ ദിവസം എണ്ണയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെനു അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. പണ്ടാണ് ഇരുന്ന് കഞ്ഞിയും പയറും. ഇപ്പം കഞ്ഞിയും പയറും അല്ല, ചോറ്. അതുപോലും അറിയാത്ത ആളുകളാണ് ഈ നമ്മുടെ പൊതുവേദിയിലേക്ക് വന്ന് പങ്കെടുക്കുന്നത്. ഞാൻ അന്നൊരു ദിവസം ഇതുപോലെ പറഞ്ഞിരുന്നു, ആശുപത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ ചെയ്യാത്ത ആളുകളാണ് ആശുപത്രിയെ കുറിച്ച് പറയുന്നത്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ കുഞ്ഞുങ്ങളെ വിടാത്ത ആളുകളാണ് ഗവൺമെന്റ് സ്കൂളിനെ കുറിച്ച് പറയുന്നത്. ഒന്നും അറിയാൻ പാടില്ലാതെ പറയുന്നത്. ഇതുപോലൊരു കാലം വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വാദം. കാരണം വെച്ചാല് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ്, ഞാൻ ഈ സർക്കാർ സ്കൂളുകളിലെല്ലാം ചിലപ്പോഴൊക്കെ കാണാൻ പോലും പോകുന്ന ആളാണ്. ഇത്ര ഒരു ഡെവലപ്പ് ഉണ്ടായ ഒരു കാലമില്ല. അത് കണ്ടിട്ട് പോലും കണ്ണുണ്ടായിട്ട് കാണാനും ചെവി ഉണ്ടായിട്ട് കേൾക്കാനും പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുന്ന സങ്കടം തോന്നുകയാണ്. അതാണ് കാര്യം. ഇവരെന്ത് ചെയ്താലും ഇവര് കാണത്തുമില്ല, കേൾക്കത്തുമില്ല. ഒരു നാട്ടിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണമെന്ന് പറയണം അവര്. ഈ പറയുന്ന ആളുകൾ പറയണം ഇനി എന്ത് ചെയ്യണം. അവർക്ക് അത് അങ്ങനെ പറയാൻ ഒരു മനുഷ്യർ, ഇപ്പൊ ഞാൻ ഈ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. അവർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും, എന്താ ചെയ്യണം എന്ന് പറയണം. അവര് ചുമ്മാ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കഴമ്പുള്ള ആരോപണങ്ങളാണ്. ഒരു ആരോപണവും കഴമ്പില്ല. അവർ തെളിയിക്കാനോ അല്ലെ ഒന്നും പറ്റാത്ത ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഇത് 100% തള്ളിക്കളയുക. ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇനിയും വരണം. എന്നാൽ മാത്രമേ കേരളമായിട്ട് പോകുന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ പറയുന്നില്ല. വിമർശനങ്ങളും ഒരുപാട് വീഴ്ചകളും ഒക്കെ സ്വാഭാവികമായിട്ടുമുണ്ട്. അതൊന്നും തള്ളിക്കളയേണ്ട പൂർണ്ണമായിട്ടുമല്ല. ശ്രീ രതീഷാണ് നോർത്ത് പരവൂരിൽ നിന്നാണ്. ശ്രീ രതീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ രമേശ് ചെന്നിത്തലയുടെ ഈ പരിഹാസത്തെ കാണുന്നത്? ഞാൻ രമേശ് ചെന്നിത്തല പരിഹാസത്തിനല്ല ഞാൻ പറയാൻ വന്നത്, ശിവൻകുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ പറയാൻ വന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഈ പാഠപുസ്തക വിതരണം നേരത്തെ നടത്തുകൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് വിദ്യാർത്ഥികൾ ഓൾ പാസ് എന്നുള്ള രീതിയിലോട്ട് എത്തും ആദ്യമേ തന്നെ. അല്ല, ഓൾ പാസ് ഇപ്പോഴങ്ങനെ എത്രയോ കാലമായി കുട്ടികളെ ക്ലാസ്സുകളിൽ തോൽപ്പിച്ചിട്ട്. ഇപ്പോൾ കഴിഞ്ഞ അടുത്തിടയ്ക്കാണ് വേണമെങ്കിൽ അത്യാവശ്യം 1-2 പേരെ തോൽപ്പിക്കാവുന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് വന്നത്. അതുപോലും ആരും ഒരു സ്കൂളുകളും അങ്ങനെ ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. പക്ഷേ അത് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ ഒരു മനോവീര്യത്തെ കെടുത്തുന്ന പരിപാടിയാണ്. എന്താ വെച്ചാൽ അവര് ആ ഒരു ധീരതയോടുകൂടി അവർ പഠിച്ച് ജയിച്ചു പോരാനുള്ള ഒരു അവസ്ഥയെ കൂടി അത് ശാസ്ത്രീയമായ ലോകത്ത് എല്ലാ വികസിത രാജ്യങ്ങളും സ്വീകരിക്കുന്ന രീതിയാണ്. ഈ സ്കൂൾ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ അവരുടെ പരീക്ഷാ പേപ്പർ നോക്കി അവരെ തോൽപ്പിക്കുക, ജയിപ്പിക്കുക എന്നുള്ള സംവിധാനം അങ്ങനെയല്ല. സ്കൂൾ കുട്ടികളിൽ അവരെ പഠിച്ച് പോവുക, അവരെ പഠന നിലവാരം ഉറപ്പാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനപ്പുറത്തേക്ക് അവരെ ഒരു പേപ്പർ നോക്കി ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും നിങ്ങൾ ജയിച്ച കുട്ടി തോറ്റ കുട്ടി, അതൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഞങ്ങളടക്കം പഠിച്ച കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അത് ശാസ്ത്രീയമായത് ശരിയാണെന്ന് കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ സാറേ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ല രതീഷ്, നമ്മുടെ സംവാദം സ്കൂൾ കുട്ടികളെ ജയിപ്പിക്കുന്നോ തോൽപ്പിക്കുന്നോ എന്നതിലല്ല. താങ്കളിപ്പോ ചോദിച്ചത് ചെന്നിത്തലയുടെ കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. ആ ചെന്നിത്തലയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജയിച്ചോ തോറ്റോ എന്നുള്ള ആ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ലാത്തൊരു കാലത്ത് ജയിച്ചോ തോറ്റോ അറിയാതെ പുസ്തകം മേടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. ശിവൻകുട്ടിയുടെ
ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നതിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. മറ്റേ അംഗൻവാടിയിൽ ബിരിയാണി കൊടുത്തു, അതൊക്കെ ഓക്കെ, എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഈ വിദ്യാർത്ഥികൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ പാഠപുസ്തകങ്ങൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് അവരെ ചെയ്യുന്നത് എത്ര നല്ലതാണെന്ന് എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. എന്റെ അഭിപ്രായത്തിൽ അത് നല്ലതായിട്ടൊരു കാര്യമല്ല. മാർച്ചിൽ എക്സാമുകൾ കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ പിള്ളേർ പഠിക്കാതെ തന്നെ വീണ്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടും എന്നുള്ള ഉറപ്പാക്കുന്ന ഒരു രീതിയിലോട്ട് വരികയാണ്. അപ്പൊ പിള്ളേർ പഠിക്കാനുള്ള ഒരു മൈൻഡും കൂടി അങ്ങനെ കുറഞ്ഞു കിട്ടും. അതാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഓക്കെ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിഷയത്തെ സമീപിക്കാൻ അവകാശമുണ്ട്, അത് പറയാം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ യഥാർത്ഥത്തിൽ താങ്കളുടെ പാർട്ടിയുടെ ഭരണകാലത്ത് സ്കൂൾ പാഠപുസ്തക വിതരണത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് വീണ്ടും ചർച്ചയാക്കുന്നതായി പോയില്ലേ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം? നമ്മൾ എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതി. പരീക്ഷ, കുട്ടികൾക്കൊരു ആവേശമുണ്ടല്ലോ, പരീക്ഷ നടക്കണം, പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ജയിക്കണം, പുതുവസ്ത്രങ്ങൾ എടുത്തു പോകണം, പുതിയ പുസ്തകങ്ങൾ എടുത്തു പോകണം. ഇതൊക്കെ അതിന്റെ ശേഷം വരേണ്ട സംഗതികളാണ്. മുമ്പേ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവേശം? എവിടെയാണെന്ന് പറഞ്ഞു തരണം. ഇത് എവിടെയെങ്കിലും കേൾവിയുള്ളത് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ബ്രിട്ടനിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ ഇന്ത്യയിലോ ഇതുവരെ മറ്റ് സ്റ്റേറ്റുകൾ, നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിട്ട് കിരൺ കേട്ടിട്ടുണ്ടോ? ഇതൊരു പരിഷ്കാരമാണോ? ഞാൻ ചോദിച്ച വേറൊരു കാര്യം, ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പാഠപുസ്തകങ്ങൾ നേരത്തെ വിതരണം ചെയ്യുന്നതും ഇല്ല. ഒരിടത്തും നമ്മൾ ഇതുവരെ ഒരു വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടില്ല. ഒരു വാർത്തയിൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിയ ഒന്നൊന്നുമല്ല. പലപ്പോഴും അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ഒന്ന് പ്രദർശിപ്പിക്കണം. നേരത്തെ വിതരണം ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. കുറെ കൂടി നേരത്തെ 3 മാസങ്ങൾക്ക് 2 മാസം സ്കൂൾ കൂട്ടുന്ന 1 മാസം ഇപ്പുറം 3 മാസങ്ങൾക്ക് മുമ്പ് എവിടെയാണ് പുസ്തക വിതരണം ചെയ്തു വെക്കുകയാണ്? അങ്ങനെ ഒരു പുസ്തകം. ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ടെ. എന്റെ നാട്ടിൽ ഒരു ചെക്കൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചു. കല്യാണം 3 മാസം കഴിഞ്ഞിട്ടാണ്. അവരെ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് കല്യാണം നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് കഴിക്കാം. എങ്ങനെയുണ്ട്? അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് 3 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാലും അവരെ ഫ്രീ ആയിട്ട് വിടുക. പിന്നെ കല്യാണത്തിന് എന്ത് പ്രസക്തി? അതേപോലെയാണ് ഇതോ. ഇതൊരു പരിഷ്കാരമല്ല. ഈ ഒരു പരിഷ്കാരത്തെ ഒരു വലിയ പരിഷ്കാരമായിട്ടൊന്നും കൂട്ടണം. കാരണം നമ്മളെ കുട്ടികളുടെ ആകാംക്ഷ, കുട്ടികളുടെ വല്ലാത്തൊരു അതൊക്കെ അവർ പുസ്തകം കൊടുക്കുന്നത് തെറ്റാണോ? ആ പുസ്തക വിതരണം കാലത്ത് നമുക്ക് പരിഹാസം തോന്നുന്നില്ലേ? പുസ്തക വിതരണം നടത്തുന്നത് നമുക്ക് കാണിച്ചുകൊടുക്കുന്നുണ്ടല്ലോ, അത് കാണുന്നത് നമുക്ക് പരിഹാസം തോന്നുന്നില്ലേ? വരാനിരിക്കുന്ന പരീക്ഷയിൽ ആ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാം. അങ്ങനെയുണ്ട്. അത് കൊടുക്കുന്ന കാണുന്നത് നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? റഷീദ്, ഈ അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങളൊക്കെ ആളുകൾ നേരത്തെ മേടിച്ചു വെക്കുകയും എവിടെ പാഠപുസ്തകം നേരത്തെ എവിടെ 3 മാസം ഇതൊരു വിദ്യാഭ്യാസം, ഇതൊരു അഭ്യാസം എന്നായി പറയാം. മൂത്താളിന്റെ പുസ്തകം അല്ലെങ്കിൽ അയലത്തെ തൊട്ട് മുകളിൽ കാഴ്ച കുട്ടികളുടെ പുസ്തകമൊക്കെ വാങ്ങി വെക്കുകയും അങ്ങനെ വലിയ സംഗതികൾ കിടക്കുന്നുണ്ട് കിരൺ. അതെല്ലാം പഴയ കാലത്ത് നമ്മളൊക്കെ എങ്ങനെയാണ്? അടുത്ത വീട്ടിലെ 2ാം ക്ലാസ്സിലുള്ള കുട്ടിയാണെങ്കിൽ 1ാം ക്ലാസ് നമ്മൾ ചേർക്കുന്ന അവിടെ നിന്ന് വാങ്ങും. കാരണം വാങ്ങാൻ അന്ന് കാശില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. 5ാം ക്ലാസ്സിൽ നമ്മൾ ജയിച്ചാൽ 4ാം ക്ലാസ്സിൽ കുട്ടികളെ പുസ്തകം വാങ്ങിയിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്. സിനു ആണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ സിനു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നേരത്തെ പുസ്തകം കൊടുത്തതും ഒരു തെറ്റായി പോയോ? സാറേ, ഇതിപ്പം നമസ്കാരം. പറഞ്ഞോളൂ. സാറേ, ഇതിപ്പോ ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണം പിന്നെ ഇവരെ നോക്കിയിരിക്കുക. ഇത് തെറ്റോ ശരിയോ എന്നൊന്നുമില്ല. സർക്കാരിനെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കുറ്റം പറയാൻ. ഇവിടെ UDFന്റെ ഭരണകാലമാണ് ഇവരിപ്പം നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ 10ാം ക്ലാസ്സുകളിലെ പുസ്തകം ഈ ഫെബ്രുവരി മാസത്തിൽ കൊടുക്കുന്നു. സാറേ, ഇവിടെ വിഴിക്കത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തില്. ഈ വിഴിക്കത്തോടി 10 വർഷം മുമ്പ് ഞാൻ സ്കൂളിലെ PTA ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ പിന്നെ ഓണമെന്നായാൽ പോലും സ്കൂളിൽ പിന്നെ പിള്ളേർക്ക്
പുസ്തകവും ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉച്ചക്കഞ്ഞി വിതരണം. ഞങ്ങൾ PTA ആൾക്കാരും ടീച്ചർമാരും HMും കയ്യിൽ നിന്ന് പൈസ ആയിട്ടാ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞിയല്ല മുമ്പേ ഒരു സുഹൃത്ത് വിളിച്ച പോലെ ചോറും പിന്നെ ആഴ്ച ഒരു ദിവസം സാമ്പാർ ഇതെല്ലാം മേടിച്ചു കൊടുത്തത്. ഇവര് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇവരെല്ലാം രാവിലെ നേരം വെളുക്കുന്ന ഉടനെ ചാനലുകാരെ കാണുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല്. കാരണം നമ്മുടെ നാട്ടില് എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട്, ഇവർക്ക് വേറെ ഇതൊന്നും കാണാനില്ല. ശരി, നമ്മുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സിനുവാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിന്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, ഈ കേരളത്തിൽ UDFന്റെ കാലത്ത് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടും സ്കൂൾ പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൂളിന് 1-2 പുസ്തകം കൊടുത്തിട്ട് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷവും കൃത്യമായി സ്കൂൾ പാഠപുസ്തകങ്ങൾ വിതരണം നടന്നു. ഈ വർഷം അത് കുറേ കൂടി നേരത്തെയാക്കി. അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഞാൻ 100% സ്വാഗതം ചെയ്തു. കാരണം നേരത്തെ പുസ്തകം കൊടുത്ത സന്തോഷം, യൂണിഫോം കൂടി കൊടുക്കണമായിരുന്നു, തയ്യക്കൂടി കൊടുക്കണമായിരുന്നു, എനിക്ക് അതിലേറെ സന്തോഷം. പക്ഷേ എല്ലാ കുട്ടികൾ എന്താണ് യൂണിഫോം കൊടുക്കണം, അതേപോലെ തയ്യൽക്കൂടി കൊടുക്കണമായിരുന്നു ഈ പുസ്തകം കൊടുക്കും പോലെ. അതുപോലെ തന്നെയാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാ കുട്ടികളും ജയിക്കുമോ സാറേ? എല്ലാ കുട്ടികളും ജയിക്കുമോ? അപ്പോ ഈ യൂണിഫോം കൊടുക്കുന്ന പോലെയും പൈസ കൊടുക്കുന്ന പോലെയും സ്റ്റൈപ്പിന് കൊടുക്കും പോലെയും ഈ നേരത്തെ പുസ്തകം കൂടെ നല്ലതാണ്. കാരണം ഈ 9 വർഷക്കാലമായി സാർ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം കിട്ടാതെ വലിയ കഷ്ടത്തിൽ പോയിരുന്നു. പക്ഷെ നേരത്തെ കൊടുക്കേണ്ട കാര്യങ്ങൾ നേരത്തെ കൊടുക്കാൻ നല്ല കാര്യം. പക്ഷെ എല്ലാ കുട്ടികളും ജയിക്കുമോ? പക്ഷെ ഏതൊക്കെ ചേരുന്നാലും മിസ്റ്റർ സാറ് പറഞ്ഞതിൽ തെറ്റോടെ രാഷ്ട്രീയം എവിടെ ഉണ്ടല്ലോ. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടി ഒന്നുകൂടെ ബേജാറാവണ്ട. ജനങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം. ജനങ്ങൾ വിധി എഴുതാൻ നോക്കിയിരിക്കുകയാണ്. കാരണം ഏതിനും കള്ളം പറയുന്ന രാഷ്ട്രീയം, പച്ചമയ രാഷ്ട്രീയം. ഇന്നലെ തന്നെ അമ്പൂരിൽ ഞാൻ കൂടി പോയതാണ് പിണറായി വിജയൻ വന്നെടുത്ത്. അമ്പൂര് പോയെടുത്ത് അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിൽ ജയിച്ച ഒരു കുട്ടി ഒരു സെൽഫ് എടുക്കാൻ വേണ്ടി നിന്നപ്പോ ആ രംഗം കാണുമായിരുന്നു. ഞാൻ ലൈവായിട്ട് കണ്ടവനാ. കാരണം ഞാൻ പാലം നമ്മള് പണ്ട് ശ്രീ ശിവദാസൻ, എന്തായാലും നമുക്ക് അതിലേക്ക് വിടാം. ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, ഈ സർക്കാരിനെതിരെ പറയാൻ സ്വാഭാവികമായും 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ പറയാൻ ഒട്ടേറെ ആരോപണങ്ങളുണ്ട്, ഒട്ടേറെ വീഴ്ചകളൊക്കെ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പരിഹസിച്ചതുകൊണ്ട് കോൺഗ്രസ് എന്താണ് അർത്ഥമാക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയാനുണ്ട്. അതിന്റെ മേശപ്പുറത്ത് കയറിയെന്ന് ചാടിയതും ഈ വിദ്യാഭ്യാസ മന്ത്രി മേശപ്പുറത്ത് കയറിയെന്ന് ചാടിയ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല കിരണേ. പിന്നെന്തോ UDFന്റെ കാലത്ത് LDFന്റെ കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പം 2 മാസമൊക്കെ കഴിഞ്ഞ് പുസ്തകം കിട്ടിയിട്ടുണ്ട്. അന്ന് LDF ഒന്നോ UDF ഒന്നും ഇല്ല. അത് ഓരോ സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ 3 മാസത്തിന് മുന്നേ ഈ അടുത്ത ക്ലാസ്സിലെ പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അറിവും എല്ലാം നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസം മാത്രമേ നടക്കുന്നുള്ളൂ അദ്ദേഹത്തിന്റെ. അപ്പൊ അതുകൊണ്ട് അത് നല്ലതായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. പുസ്തകം അടിച്ചു വെച്ചേക്കാമായിരുന്നല്ലോ. ഈ 3 മാസം കഴിഞ്ഞ് അത് റിലീസ് ചെയ്താൽ പോരെ? ഇപ്പോഴേ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കാകെ ഒന്നാമത് എല്ലാ കൊച്ചുങ്ങളെയും ജയിപ്പിച്ച് വിട്ട് ഒരു കുഞ്ഞിന് പോലും പേരെഴുതാൻ പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എല്ലാ കൊച്ചുങ്ങളും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിയുമ്പോൾ പുറത്തു പോയി പഠിക്കുകയാണ്. ഒരു സ്റ്റാൻഡേർഡും ഇല്ല ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല കാര്യമാണെന്ന് പറയുന്നത്. ശ്രീമതി ജയ, കുട്ടികൾക്ക് താങ്കൾ പഠിച്ച കാലത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച കാലത്തോ ഒക്കെ ഉള്ള അവസ്ഥയല്ല. ഇപ്പോൾ കുട്ടികൾക്ക് കഴിഞ്ഞ 10 വർഷം എന്തായാലും കൃത്യമായി സ്കൂൾ പാഠപുസ്തകം കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന 5 വർഷം അങ്ങനെ കിട്ടിയിരുന്നില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പാഠപുസ്തകം കൃത്യമായി കിട്ടിയിരുന്നു. അതുകൊണ്ടാണല്ലോ അത് വലിയ ചർച്ചയായത്.
അന്ന് കിട്ടിയിരുന്ന ആ കാലമൊക്കെ മാറി ഇപ്പോൾ പുതിയ കാലത്ത് പുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റുണ്ടോ? അതൊന്നുമില്ലല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞ അഭ്യാസം മാത്രമാണ്. ഈ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തെങ്കിലും ദോഷകരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും വലിയൊരു കൂട്ടക്കുഴപ്പം അതൊന്നും ഉണ്ടാവാതെ കഴിഞ്ഞ 5 വർഷവും മികച്ച രീതിയിലല്ലേ മുന്നോട്ട് കൊണ്ടുപോയത്? SFIക്കാര് റോട്ടിൽ നിർത്തിയ ശ്രീനിവാസ സാറിന് ഒരൊറ്റ അടിക്കങ്ങ് അത് ഏത് കാലത്താണ് അടിച്ചത്? അതൊക്കെ ഒരുപാട് കാലം മുമ്പല്ലേ? കാലത്തായാലും അവര് ഭരിക്കുമ്പം തന്നെ ശ്രീമതി ജയ, അത് ഒരുപാട് കാലം മുമ്പല്ലേ? ആ കാലത്താണോ SFIക്കാര് ശ്രീനിവാസിനെ തടഞ്ഞൊക്കെ? ഏത് കാലത്താണ്? അത് ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഓർക്കണ്ടെന്നാണോ കിരൺ പറയുന്നത്? അല്ല, ഓർത്തോളൂ. നമ്മുടെ വിഷയം ഇതല്ലേ. ഇപ്പോൾ ഈ പാഠപുസ്തകം നേരത്തെ കൊടുത്തതിന് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ താങ്കൾക്ക്? മറ്റെന്തെങ്കിലും ശിവൻകുട്ടി മരിച്ച കാലത്ത് പാഠപുസ്തകം കൊടുക്കുന്ന അല്ലാതെ സ്കൂളിൽ വലിയ വീഴ്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളെ ശിവൻകുട്ടിയുടെ കാലവുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് വലിയ ആളാവണം. ഓക്കെ, വിദ്യാഭ്യാസ മന്ത്രിയെ വലിയതാക്കി കാണിക്കണം, വെള്ളപൂശണം. അല്ല, വലിയ ആളല്ലേ? കൃത്യമായി വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? പുള്ളി വലിയ ആളെ അല്ല. പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ഒക്കെ ഞങ്ങൾക്ക് ആ നിയമസഭയെ കാണിച്ച രംഗം. നിയമസഭയിൽ കാണിച്ചതും ഇതുമായിട്ട് എന്താണ് ബന്ധം? വിദ്യാഭ്യാസ വകുപ്പിൽ കഴിഞ്ഞ 5 വർഷം വരുന്നതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ശ്രീമതി ജയ സമയം തരാം. 5 വർഷം വരുന്നതിൽ ശിവൻകുട്ടി വലിയ വീഴ്ച കാണിച്ചു എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. കിരണേ, അതിൽ ഞാൻ വളരെയേറെ സോറി ചോദിക്കുന്നു. കാരണം ഒന്നാമത് ഞാനൊരു 30 വർഷം നാട്ടിലില്ലാതിരുന്ന ആളാണ്. രണ്ടാമത് എന്റെ മോൻ പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്, ഗവൺമെന്റ് സ്കൂളിലല്ല. അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ശരി, ഓക്കെ. എന്തായാലും ശ്രീമതി ജയയുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ വളരെ വേഗത്തിൽ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കണം. കുറേ സമയമായി. എന്തായാലും ഇതിൽ സജീവമായ കമൻറ്റുകളൊക്കെയാണ് യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രമോദ് എന്നാണ് പറയുന്നത്, മേജർ മുഖ്യമന്ത്രിയായിട്ട് വിതരണം ചെയ്യാനിരുന്നതാണ് എന്ന് പറയുന്നു. ഹേ കിരൺ, വേർ ഈസ് മനു എന്ന് അലക്സ് തോമസ് ചോദിക്കുന്നു. മനു തിങ്കളാഴ്ചയോടുകൂടി മനു എത്തിച്ചേരും. മനു കുറച്ച് ദിവസമായി വേറെ വിഷയവുമായി ബന്ധപ്പെട്ട് അവധിയെടുത്താണ്. വിദ്യാഭ്യാസ ബില്ലിനെതിരെ വിമോചന സമരം നടത്തിയ കോൺഗ്രസിന്റെ അവശിഷ്ടം രമേശ് ചെന്നിത്തല അങ്ങനെ പറയൂ എന്ന് നെവർ മൈൻഡ് എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. സ്പ്രിംഗ്ലർ കേസിൽ തോറ്റ രമേശിനെ വെറുതെ വിടുക എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ഡോക്ടർ MB മണി പറയുന്നു, ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് മാർക്കും റാങ്കും നേടാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ കുട്ടികൾക്ക് അറിവോ പരസ്പര ബഹുമാനോ സാമൂഹ്യ ബോധവും ഉണ്ടാകാൻ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉപകാരപ്പെടുന്നില്ല. ഇതാണ് പ്രധാനമെന്ന് പറയുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ സജീവമായി കേരളത്തിൻ്റെ ചർച്ചയിലുള്ളതാണ്. അത്തരത്തിലേക്ക് കൂടി മാർക്ക് മെച്ചപ്പെട്ട മാർക്ക് മേടിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ശശിധരൻ പിള്ള പറയുന്നു, കിരണെ പൊതുവേദി എന്തിനു വെക്കുന്നതാണ്? പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കാനല്ലേ താങ്കൾ പറയുന്നത്? എല്ലാവരും അംഗീകരിച്ചുകൊണ്ടെന്ന് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ അതിനെ എതിർക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശശിധരൻ പിള്ള. ഈ നേരത്തെ പറഞ്ഞ ഷാജിയൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ സ്കൂളിൽ ഇതൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ട് അംഗീകരിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം ഞാനും ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാവുന്ന ആളുകളല്ലേ. എൻ്റെ കുട്ടിയും സ്കൂളിൽ പഠിക്കുന്നതാണ്. അവർക്ക് എങ്ങനെയാണ് ഇവിടുന്ന് അല്ലാത്ത കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെയും ഒക്കെ അറിയാം. ആ ഒരു സ്കൂളിൻ്റെ കാര്യം മാത്രമല്ല. അതൊക്കെ പറയുമ്പോൾ അതെല്ലാം ശരി അംഗീകരിച്ച് കേട്ട് നിൽക്കുക എന്ന് പറയുന്നത് എന്തായാലും തൽക്കാലം ശ്രീ ശശിധരൻ പിള്ള കഴിയില്ല. താങ്കൾ ആവർത്തിച്ച് ഇത് എല്ലാ തവണയും എഴുതുന്നതാണ്. ശ്രീ ജോവൽ പറയുന്നു, അന്തം അടിമ കൊങ്ങി കള്ളം പറയുന്നു. മംഗ്ലീഷാണ്, പ്രയാസമാണ് വായിക്കാൻ. ശശിധരൻ പിള്ള വയ്ക്കുന്ന അടുത്ത വർഷത്തെ പെൻഷൻ അഡ്വാൻസായി കൊടുക്കുമോ എന്ന്. അത് വളരെ ലോജിക്കായ ചോദ്യമാണ് കേട്ടോ. താങ്കളുടെ അഭിപ്രായം പെൻഷൻ അഡ്വാൻസായി കൊടുക്കുമെന്നാണ്. പാഠപുസ്തകം നേരത്തെ കൊടുത്തതും പെൻഷനുമായി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? പുള്ളി ഇനി അറിയാതെ പോലും പൊതുവേദി കാണുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഷാജിയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ജോയി എബ്രഹാം പറയുന്നു. മൊയ്തീൻകുട്ടി പറയുന്നു, ഏത് ഷാജി എന്ത് പൊട്ടത്തരമാണ്, ഈ സ്കൂളിലാണ് ഉച്ചയ്ക്ക് ചോറും ഭക്ഷണവും കൊടുക്കാത്തത്? അഥവാ അംഗൻവാടിയിലെ രാവിലെ പാല് കോഴിമുട്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നുണ്ടെന്ന് മൊയ്തീൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. നന്ദകുമാർ P പറയുന്നു, അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ കൊടുത്താൽ പോരെ, കുട്ടികൾക്ക് അവരുടെ വെക്കേഷൻ ആസ്വദിച്ചോട്ടെ, പക്ഷേ അതിനു മുമ്പേ ഇലക്ഷൻ വരുമല്ലോ, അതായിരിക്കും സാധ്യത എന്ന് പറയുന്നു. പണ്ട് കല്ലുരച്ച് തീ ഉണ്ടാക്കിയിരുന്നത്, അപ്പോൾ പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തിനെന്നൊക്കെയാണ് ശശിധരൻ പിള്ള വീണ്ടും ചോദിച്ചത്. അദ്ദേഹം കുറേയൊക്കെ ചോദ്യങ്ങളൊക്കെ ഇത്തരം ഈ പരിപാടിയുടെ അന്തസത്ത കളഞ്ഞു കുളിച്ചു, എല്ലാം തലകുലുക്കി സമ്മതിച്ചാൽ മതി, പറയുന്നവരോട് എന്ത് സ്നേഹം, അല്ലാതൊന്നും പറയിക്കില്ല എന്നൊക്കെ ശശിധരൻ പിള്ള താങ്കൾ വിളിച്ചോളൂ. താങ്കൾക്ക് അങ്ങനെ ഈ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മറിച്ച അഭിപ്രായമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആ വിഷയത്തിൽ ചോദ്യങ്ങളുണ്ടാവും.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ്, അദ്ദേഹം ഏത് സ്കൂളിലാണ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ മതി, അല്ലാതെ കള്ളം പറഞ്ഞാൽ അതിനെല്ലാം അംഗീകരിച്ച് കേട്ട് നിൽക്കാൻ വേണ്ടി ഒരു യന്ത്രമനുഷ്യനെയൊന്നുമല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഒരു മാധ്യമപ്രവർത്തകരാണ്, മനുഷ്യരാണ്. ഇവിടോട്ട് തെറ്റായ ഒരാൾ കാര്യം പറയുമ്പോൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നു എന്നത്. അക്കാര്യത്തിൽ ഒരാൾ പച്ചക്കള്ളം വിളിച്ച് പറയുമ്പോൾ അതെല്ലാം കേട്ട് അംഗീകരിച്ചിരിക്കാൻ ഞാൻ ഏതെങ്കിലും തരത്തിൽ അടിമയൊന്നുമല്ല. അതെല്ലാം അംഗീകരിക്കാൻ പുസ്തകം കൊടുത്താൽ മതി, അതാണ് നല്ലതെന്ന് പറയുന്നു. SLC പരീക്ഷയ്ക്ക് മുമ്പേ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അഭ്യാസ അപ്പൂപ്പ എന്ന് രാംദാസ് തെക്കൂട്ട് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീ ഷാജി കൊല്ലമാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അല്ലെ, ഇത് പിന്നെ പണ്ട് ഞാൻ, അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, താങ്കളും അത് ഏറെക്കുറെ ആ കാലഘട്ടങ്ങളിലായിരിക്കും, ചെറിയ വ്യത്യാസം കണക്ക് കാണത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ആ സമയങ്ങളിലൊക്കെ എന്ന് പറയാൻ നമുക്കറിയാം, ഈ സ്കൂള് തുറന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത കാലം, ഈ 10 വർഷത്തിന് മുമ്പ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുസ്തകങ്ങൾ കിട്ടുക. പിന്നെ അത് കണക്ക് തന്നെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ പിന്നെ പരീക്ഷകളൊക്കെ അവസാനിക്കുക, അടുത്ത ജൂണിൽ തന്നെ വിദ്യാഭ്യാസം എല്ലാ കോഴ്സുകളുടെയും ആരംഭിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ പലതരത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 10 വർഷത്തിന് മുമ്പ് C. രവീന്ദ്രനാഥ് മാഷ് വിദ്യാഭ്യാസ വകുപ്പ് വരുന്നത്. അപ്പൊ വളരെ അദ്ദേഹത്തിന്റെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുകയും തുടർന്നുള്ള വർഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ജൂണിൽ തന്നെ സ്കൂൾ തുറക്കുന്നതും മാർച്ചിൽ തന്നെ പരീക്ഷ അവസാനിപ്പിക്കുന്ന രവീന്ദ്രനാഥ് വന്ന ശേഷം അല്ല, അതിനു മുമ്പ് തന്നെ, അതിനു മുമ്പ് UDF ഇരുന്ന കാലത്തും അതിനു മുമ്പ് LDF ഇരുന്ന കാലത്തും അതിനു മുമ്പ് UDF ഇരുന്ന കാലത്തും അക്കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകളുടെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരുന്നതാണ്. അതൊരു C. രവീന്ദ്രനാഥിന്റെ എന്തെങ്കിലും ഒരു നേട്ടമൊന്നും അല്ലത്. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞത്. സ്കൂള് മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും സ്കൂൾ തീരുമല്ലോ, പിന്നെ 10ാം ക്ലാസ് ഉൾപ്പെടെ പരീക്ഷകൾ തീരുമല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. താങ്കൾ തിരുത്തിയത് നന്നായി. പിന്നെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ തോന്നെങ്കിൽ മാറിക്കോട്ടെ. ഞാൻ പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിന് പിന്നെ കാര്യമാണ് ഞാൻ ആ സമയത്ത് അത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ശ്രമഫലമായിട്ടാണ് അതിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായതും. അങ്ങനെ പുസ്തകങ്ങൾ ഉൾപ്പെടെ പിന്നെ കാലോചിതമായിട്ടുള്ള വർഷാവർഷം വരുന്ന പിന്നെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഗുണകരമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ വന്നത്. അത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴേ പിന്നെ ഈ SFIക്കാര് കരണത്തടിച്ച കഥയൊക്കെ പറയുമ്പോൾ ഒരു IAS ഓഫീസറെ കരിയോയിലടിച്ച KSUക്കാര് ജയമാടോന്ന് ഓർക്കണം. പിന്നെ ഈ രണ്ട് വിഷയവും ഇതുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അല്ല ഭാഗത്തു നിന്നൊക്കെ സമരം നടക്കുമ്പോൾ ചില തെറ്റായ പ്രവണതകൾ പലപ്പോഴും ഉണ്ടാവും. അതിൽ ഏത് വിദ്യാർത്ഥി സംഘടനയായാലും അത് വിദ്യാർത്ഥികളാണ്. അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനകത്ത് ഈ വിഷയത്തിൽ നേരത്തെ ഷാജി ചൂണ്ടിക്കാണിച്ചാലും രണ്ടും ഇതിൽ പ്രസക്തമായ വിഷയമല്ല. സോറി, ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഇപ്പൊ എന്ന് പറയാൻ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു, വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു. അതിനുശേഷം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മേയറും ഒക്കെ ആയിരുന്നു, രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അപ്പൊ അതിന്റെ കാലഘട്ടങ്ങളിലൂടെ നടക്കുമ്പോൾ പല സമരമുഖങ്ങളിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്, അടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിനെ ആയതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള എന്തെല്ലാം തീരുമാനങ്ങൾ, വിദ്യാർത്ഥികളുടെ അപ്ലാസ് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെല്ലാം തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു. ഈ ഫുട്ബോൾ കളിക്കാൻ പോയ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ നേരത്തെ പുസ്തകം കൊടുക്കുന്നതും ഒരു കുറ്റമായോ? നമസ്കാരം കിരൺജി. നമസ്കാരം. പിന്നെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ നല്ല തന്നെ. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ നല്ലതിനായിരിക്കണം, അല്ലാതെ ഇത് ഇനി ആ കുട്ടികളുടെ എക്സാം എഴുതണ്ടേ. ഈ വിതരണം ചെയ്തു എന്നതിലാണ് കുറ്റം, അല്ലാതെ പുസ്തകം നേരത്തെ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നതിലൊന്നും കുറ്റമില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് കുട്ടികൾക്ക് മുൻപേ പുസ്തകം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വിതരണം ചെയ്ത കുട്ടികളുടെ എക്സാം എഴുതണ്ടേ. പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു കടമ്പ, അത് താണ്ടല്ലേ ആ കുട്ടികൾ. അതൊരു അങ്ങനെ ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല. അത് പരീക്ഷ എടുത്തു കളയോ? ഇനി ഇല്ലല്ലോ, പരീക്ഷ അഭിമുഖീകരിക്കണം. കുട്ടികൾക്ക് അങ്ങനെ പരീക്ഷ എഴുതി പരീക്ഷയിൽ കുറെ കുട്ടികൾ തോക്കുക, കുറെ കുട്ടികൾ ജയിക്കുക, അങ്ങനെ ഉള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഓൾ പ്രൊമോഷൻ എന്ന രീതിയിൽ തന്നെയാണ്. അത്യപൂർവമായി മാത്രമേ 8-9 ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികളെ ഈ പരീക്ഷ എഴുതാത്ത കുട്ടികളോ അല്ല അങ്ങനല്ല. കിരൺജി പറയുന്നതിൽ കുറച്ച് തെറ്റുണ്ട്. 8-9 പറഞ്ഞ് 8-9 എന്നൊക്കെ പറയുന്നതിൽ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ അതിൽ മാറ്റം വരുന്നാ പറയുന്നത്. ഞാനൊരു PTA
അങ്ങ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഒരു സ്കൂളിൽ. ഞാൻ പറഞ്ഞത് താങ്കൾ പി ടി ആണെങ്കിൽ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ, താങ്കളുടെ സ്കൂളിലെ കുട്ടികളെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ പോലും എനിക്കറിയില്ല. സാധാരണ സ്കൂളുകളിൽ ആരും തോൽക്കാറില്ല. ഇനി അതിനപ്പുറത്തേക്ക് തോൽക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? അല്ല, ഇത് ഇത്രയും കാലം താങ്കൾ പറഞ്ഞത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഒരു നല്ലൊരു പരിഷ്കാരമല്ല. കുട്ടികൾ എന്തായാലും എക്സാമിന് അഭിമുഖീകരിക്കണ്ടേ? ഇപ്പൊ തന്നെ ഓരോ കുട്ടികളെയും ഇപ്പൊ അതായത് പീരീഡിന് ഉപരി എക്സ്റ്റെൻഡ് ടൈം എടുത്തിട്ടാണ് ഓരോ മണിക്കൂർ അതായത് തോൽക്കുമെന്നുള്ള. അതായത് ഞാൻ താങ്കൾ പി ടി എ പ്രസിഡന്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ തോൽക്കുന്ന അവസ്ഥ ഇപ്പോൾ സ്കൂളുകളില്ലല്ലോ. തോൽക്കുന്ന അവസ്ഥ ഇല്ല എന്ന് എഴുതി എക്സാം നടത്താതിരിക്കുന്നുണ്ടോ? എക്സാം ഒക്കെ നടത്തണം, നടത്തണ്ടേ? പിന്നെ എന്തിനാ എക്സാം നടത്തുന്നത്? എങ്കിലും നിങ്ങൾക്ക് മോനെ നീ 10th പുസ്തകം എഴുതാ, നീ എക്സാം എഴുതണ്ട, 10th പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? എക്സാമിനെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് താങ്കൾ പറയുന്നു. ശ്രീ റജീനയാണ് പാലക്കാട് നിന്നാണ്. ശ്രീ റജീന, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നല്ല കാര്യങ്ങൾ ചെയ്തതിന് നല്ലതൊന്ന് പറയാൻ തയ്യാറാവത്ത ഇത്തരം ആളുകള് ശാപമാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇത് ഓണം വൈകി വന്നത് കൊണ്ട് പുസ്തകം വൈകി എന്ന് പറഞ്ഞ ആളുകളാണ് നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നത് അല്ലേ സാർ? ഓണം വൈകിയത് കൊണ്ടാണ് പുസ്തകം വൈകി എന്നാണ് നമ്മള് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനെല്ലാം ഒരു അർത്ഥം വന്നു. നമുക്ക് നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട്. ഈ ഭരണത്തിന് എന്താ ഇപ്പൊ കുഴപ്പം? വെറുതെ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ ഈ ഗവൺമെന്റിനെ വിമർശിച്ച് അതിലൊക്കെ എന്താ ഇവർക്ക് നേട്ടം ഉണ്ടാവുന്നത് എന്ന് എനിക്ക് അറിയില്ല സാർ. ഇതിപ്പോ ബുക്ക് കൊടുത്തത് കൊണ്ട് കുട്ടികൾക്ക് എന്താ കുഴപ്പം? തുഗ്ലക്ക് ഭരണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ആളായിരുന്നല്ലോ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ അദ്ദേഹത്തിനൊക്കെ നല്ല ഉപദേശം കൊടുക്കുന്നത് വളരെ നന്നാവും. ഇപ്പൊ നമ്മുടെ മുന്നിൽ കോൺഗ്രസ് ഭരിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ്, കെ കരുണാകരൻ സാറ് പോലുള്ള പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നല്ലോ സാർ. അപ്പോഴും നമ്മളൊക്കെ ഇതുപോലെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴൊന്നും ആർക്കും കുറ്റം പറയാനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഗോവിന്ദൻ മാഷെ കോമാളി എന്ന് വിളിച്ചു. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്? ചെറുപുഴയിൽ നിന്നും ശ്രീ സ്കറിയ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് നമ്മുടെ പണ്ടത്തെ ഒരു സിനിമാ പാട്ടാണ് ഓർമ്മ വരുന്നത്. കിരണേ, അതേതാണ്? മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു, മാന്യനായി നടന്നു മരത്തിൽ നിന്നവൻ മെല്ലെ മണ്ണിൽ ഭവിച്ചു. ആ പാട്ട് ഞാൻ കൂടുതൽ പാടുന്ന സമയം പോകുന്നത്. ഇത് നല്ല കാര്യങ്ങൾ നടത്തിയാൽ രാഷ്ട്രീയം നോക്കാതെ നല്ല കാര്യങ്ങളാന്ന് പറഞ്ഞു. ഈ പിള്ളേർക്ക് ഇപ്പൊ നേരത്തെ പുസ്തകം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഭൂലോകം ഇടിഞ്ഞു വീഴുന്നുണ്ട്. ആ പിള്ളേർ അത് കൃത്യമായി ചെയ്യും. പിന്നെ ഈ പുസ്തകം നേരത്തെ കൊടുത്തതിനകത്ത് ഒരു അപാകത എന്നാന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് 22-ാം തീയതിയോ അല്ലെങ്കിൽ ഈ മാസം 28-നുള്ളിൽ പ്രഖ്യാപിക്കും. അതിനു മുമ്പേ കൊടുത്തത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേറൊരു കാര്യം പറഞ്ഞായിരുന്നു കിരൺ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിലവാരമില്ല, പായ എഴുതാൻ അറിയത്തില്ല, റായ എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പുസ്തകം കൊടുത്തതിനകത്തൊരു ചെറിയൊരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുസ്തകം അച്ചടിച്ചു വെക്കുക, അടുത്ത ടൈമിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആദ്യം വിളിച്ചു കൊടുക്കുന്നതായിരുന്നു ഒരു മര്യാദ. പിന്നെ ഇത് നേരത്തെ കൊടുത്തതും കൊണ്ട് ഇവിടെ ഭൂലോകം ഇടിയൽ. അതാണ് ഞാൻ ആദ്യം പാട്ടിന്റെ രംഗം തന്നെ പഠിച്ചു. പറഞ്ഞാൽ ഒരു വിഷയമുണ്ട്. എന്തായാലും പുസ്തകം കൊടുത്തതിൽ തെറ്റില്ല, പക്ഷേ പുസ്തകം കൊടുക്കുന്നതിന് രാഷ്ട്രീയമായി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ നേരത്തെ പുസ്തകം കൊടുക്കാനുള്ള തീരുമാനം. അതൊക്കെ അല്ലാതെ പുസ്തകം കൊടുത്തു അതുകൊണ്ട് തെറ്റായി പോയി എന്ന് പറയാം. താങ്കളാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാലിഡായ പോയിന്റ് ചൂണ്ടിക്കാണിച്ചത് താങ്കൾ തന്നെയാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രി പറയാനുണ്ട്. ഈ പത്തനംതിട്ട വിളിച്ച റെജിയുടെ നമ്പർ ഒന്ന് പബ്ലിഷ് ചെയ്യണം. അയാൾ ഉച്ചക്കഞ്ഞി എന്ന് പറഞ്ഞ അപ്പൊ അയാള് ഉരുണ്ട് കളിക്കുക, കട്ടാക്കരുത്. അയാൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ബാലാവകാശ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ഇവിടെ പല കമ്മീഷനുണ്ട്. അയാൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ രക്ഷിതാക്കളെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ അവമാനിച്ചതിന് അയാളുടെ പേര് കേസെടുക്കണം.
കിരൺ എടുത്തിട്ട് ചോദിച്ചു എവിടെയാണ് അയാൾക്ക് നട്ടലുണ്ടെങ്കിൽ അയാൾ അന്തസ്സുള്ളവനാണെങ്കിൽ അയാൾ ആ സ്കൂളിന്റെ പേര് പറഞ്ഞു. ഒരാളെ കുറിച്ചോ ഒരു സ്ഥാപനത്തെ കുറിച്ചോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചോ ഒരാശയം പറയുമ്പോൾ അത് ഞാനാണ് പറയുന്നത്, തെളിയിക്കാനുള്ള തന്റെ ഇടം ചാക്കോച്ചുള്ള പറയാൻ പാടില്ല. അയാളുടെ നമ്പർ ഉണ്ടെന്നാ പറഞ്ഞത്. ആ നമ്പർ ഇപ്പൊ ഇതിന്റെ സ്ക്രീനിന്റെ അടിയിൽ എഴുതി കാണിക്കണം. കാരണം അയാൾ വൃത്തികെട്ട അതായത് ഭാഷ വേറെയാണ് മലയാള ഭാഷ പറയേണ്ടത്. ഞാൻ കണ്ണൂർ ശരി, ഓക്കെ. എന്തായാലും അത് കേട്ടോണ്ടിരുന്ന ആളുകൾക്കൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുകയും. എണ്ണി നോക്കുന്നുണ്ടായിരുന്നു കിരൺ 10 പ്രാവശ്യം ചോദിച്ചു. അയാൾ അന്തസ്സുള്ളവൻ, അയാളുടെ കുട്ടികൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ അയാളുടെ മക്കൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാ സ്കൂളുകളിലും ഉച്ചക്കഞ്ഞിക്ക് വേറെ ഇന്ന് മുട്ട കൊടുക്കുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച മുട്ടയും പാലും പിറ്റേ ദിവസമാണ്. അയാൾ അതുകൊണ്ട് വൃത്തികെട്ട വർത്താനം പറഞ്ഞ അയാളെ നേരിട്ട് കണ്ടാണല്ലോ ചോപ്പാക്ക് വെച്ച് നോക്കോ അടിയാ പോകുന്നുണ്ട്. അത് പറയാം അഭിപ്രായം പറയുന്നല്ലേ ശ്രീസ്കറിയ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ച ഭൂരിപക്ഷം പേരും പുസ്തകം നേരത്തെ കൊടുക്കുന്നത് വിതരണം ചെയ്തത് പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചത്. ചിലരെങ്കിലും പറഞ്ഞത് കുട്ടികൾക്ക് നേരത്തെ പുസ്തകം വിതരണം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇനി അടുത്ത പരീക്ഷ വരാൻ പോവുകയല്ലേ, അവർ ഇനി ജയിക്കണമെന്നൊരു ആവേശത്തിൽ അവർ പരീക്ഷയിൽ പഠിക്കാതിരിക്കില്ലേ എന്നൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചവരും ഇതല്ല രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നേരത്തെ വിതരണം ചെയ്തത് എന്ന് പറഞ്ഞവരുമൊക്കെ ഉണ്ട്. അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ചർച്ചയായത് ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ കോന്നിയിലാണ്. ആ കോന്നിയിലെ സ്കൂളിൽ ഉച്ച കഞ്ഞി കിട്ടുന്നില്ല. അത് കഞ്ഞിയല്ല ഇപ്പോൾ കൊടുക്കുന്നത്, ഭക്ഷണം ചോറ് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പുള്ളി അത് മറച്ചു വെച്ച് പുള്ളിയുടെ ആവർത്തിച്ച് ചെയ്ത സ്കൂളാണ് നമ്മൾ ചോദിച്ചു. പക്ഷേ അപ്പോഴും പുള്ളി അത് പറഞ്ഞില്ല. സ്കൂൾ പറയാൻ എനിക്ക് പേടിയാണ്, എനിക്ക് പണി കിട്ടുമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ദയവ് ചെയ്ത് പ്രേക്ഷകരോട് അഭ്യർത്ഥന, നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഈ സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ, ആരോപണങ്ങൾ ഉന്നയിക്കാൻ, അല്ലെങ്കിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനൊക്കെ നിരവധിയുണ്ട്. അത് ഏത് സർക്കാർ വന്നാലും കാണും. അത്തരം കാര്യങ്ങൾ ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അത് ശരിയാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നത് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.